ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 30/1/1995 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രാടമാണ് നക്ഷത്രം. ഉത്രാടം 3-ാം പാദം. കുംഭലഗ്നം. ലഗ്നത്തിൽ ശശയോഗത്തോടു കൂടി ശനി. 2 ശൂന്യം, 3-ൽ കേതു, 4 ശൂന്യം, 5-ൽ ഗുളികൻ, 6 ശൂന്യം, 7-ൽ വിവാഹസ്ഥാനത്ത് കുജൻ അഥവാ ചൊവ്വ, 8 ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് രാഹു, 10-ൽ ശുക്രൻ, ഗുരു, 11 ശൂന്യം, 12-ൽ ചന്ദ്രൻ, സൂര്യൻ, ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കുറച്ചധികം പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനിലയാണത്. ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ശാശയോഗം കൊടുക്കുന്നു. അതുപോലെ തന്നെ അത് വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ 5-ലെ ഗുളികൻ മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത് ഗുളികൻ നെഗറ്റീവാണ്. അതുപോലെ തന്നെ 7-ൽ കുജൻ അനുയോജ്യമായിട്ടുള്ള വിവാഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഗുണവും, അതല്ലാത്തത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷവും ചിന്തിക്കണം. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തെ രാഹു, 9-ൽ രാഹു, അതും ശ്രദ്ധിക്കേണ്ടുന്നതാണ്. പൊതുവെ ഇത്തരക്കാരുടെ ഒരു മാനസികാവസ്ഥ, ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് ഗുളികൻ നിൽക്കുന്ന ആളുകൾക്കെല്ലാം അധികവും ഒരു അകാരണമായ ഭയം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ സധൈര്യം ചിന്തിക്കുന്നതോ പറയുന്നതോ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനോ പറയാനോ ചെയ്യാനോ ഒക്കെ ഒരു ഭയം, അനാവശ്യ സമയങ്ങളിലൊക്കെ സ്വയം ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഒരു ഭയം മനസ്സിനെ ശല്യപ്പെടുത്താം. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ വർദ്ധിച്ച കോപം, നിയന്ത്രിക്കാനാകാത്തത്രയും കോപം ചില സമയത്ത് കാണിക്കാം. അത്തരമുള്ള അനുഭവങ്ങളൊക്കെ മനസ്സിൻ്റെ സ്ഥാനത്ത് ഗുളികൻ നിൽക്കുന്ന ആളുകൾക്ക് പൊതുവെ കണ്ടുവരുന്ന ചില സൂചനകളാണ്. അതുപോലെ തന്നെ ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, ലഗ്നാൽ 7-ൽ കുജൻ, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ 12-ൽ ബുധനോടൊപ്പം ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു. 7-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അത്ര നല്ല ഒരു സൂചനയല്ല. എന്നാലും വലിയ തെറ്റുകുറ്റങ്ങളില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ലഗ്നാൽ 7-ൽ കുജൻ നിൽക്കുകയും അവിടേക്ക് ശനിയുടെ ദൃഷ്ടി 3, 7, 10 ഭാവങ്ങളിലേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപ്രകാരം 1, 2, 3, 4, 5, 6, 7 വിവാഹസ്ഥാനമായിട്ടുള്ള സ്ഥലത്തേക്ക് അവിടെ 2 നെഗറ്റീവ്സ് ഉണ്ട്. 1, കുജൻ അവിടെ നിൽക്കുന്നു. അഗ്നിമാരുതം എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് ആഗ്രഹത്തെ കൊണ്ട്. അതുപോലെ തന്നെ ആ ദൃഷ്ടി വരുന്നത് ശത്രുവായ സൂര്യനിലേക്കാണ്. ഇത് 2ഉം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് കൃത്യമായി ചേരുന്ന നാളും ഗ്രഹനിലയും, നാൾ മാത്രം നോക്കി, പൊരുത്തം മാത്രം നോക്കി നടത്തിയാൽ പോരാ, നാളും അതുപോലെ തന്നെ തത്തുല്യമായി ഗ്രഹനിലയും, കല്യാണം കഴിക്കാൻ പോകുന്നയാളുടെ ഗ്രഹനിലയും കൂടെ കൃത്യമായി വിശകലനം ചെയ്തു വേണം അത് തള്ളണമോ കൊള്ളണമോ എന്ന് തീരുമാനിക്കാനായിട്ട്. നാൾ മാത്രം, പൊരുത്തം മാത്രമൊക്കെ നോക്കി ഇതിനോട് യോജിക്കാത്ത കല്യാണങ്ങളൊക്കെ നടത്തി വെച്ചാൽ അതുകൊണ്ടേറെ ബുദ്ധിമുട്ടുണ്ടാകും. അതിനകത്ത് തർക്കമൊന്നുമില്ല. പൊതുവിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയുമാണത്. പ്രത്യേകം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹവുമായി വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവരതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ വരും വരായികളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം തന്നെ ഉണ്ടാകും. അങ്ങനെയാണ് അതിനെ എടുക്കേണ്ടുന്നത്. ചില ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. അവർ ചെയ്തു വന്ന തെറ്റ് തന്നെ അവർ ആവർത്തിക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അല്ലാതെ ജ്യോതിഷത്തിനോ അല്ലെങ്കിൽ പ്രായോഗികതയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനും അവരെ തിരുത്താനോ മാറ്റാനോ ഒന്നും കഴിയില്ല. അങ്ങനെയുള്ള ആളുകളും വിളിക്കാറുണ്ട്. ഒരു രീതിയിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ താല്പര്യമില്ലാത്ത ആളുകളും വിളിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ അവരുടെ ജാതകം അത്തരം ചിന്തകളെ പരിപോഷിപ്പിക്കുന്നുമുണ്ടാകും. അതാണ് അതിലെ ഉത്തരമെന്ന് പറയുന്നത്. പോട്ടെ. ഇതിനകത്ത് ഈ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. 4-ാം ഭാവത്തിൻ്റെയും അതുപോലെ തന്നെ 9-ാം ഭാവത്തിൻ്റെയും അധിപനായ ഗ്രഹം ശുക്രൻ വ്യാഴത്തോടൊപ്പം കുജൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതിനെ സാമാന്യ രീതിയിൽ വേണം കാണാനായിട്ട്.
ഒരുപാട് ഗുണം അല്ലെങ്കിൽ ഒരുപാട് ദോഷം എന്ന് പറയുന്ന അവസ്ഥയൊന്നും അതുകൊണ്ടില്ല. സാമാന്യ രീതിയിൽ ശരാശരിയിൽ അതിനെ എടുത്താൽ മതി. ഇവിടുത്തെ പ്രധാന ഒരു നെഗറ്റീവായിരുന്നു ഈ പറയുന്ന ശശയോഗം കൊടുക്കുന്ന ശനി തന്നെ 7ലേക്ക് കുജൻ നിൽക്കുന്നിടത്തേക്കുള്ള ദൃഷ്ടി അവിടെ ചിങ്ങമാണ് രാശിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതും നല്ലതല്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 ധനസ്ഥാനത്തേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട്. 3ലേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ 6ഉം 7ഉം ദൃഷ്ടികൾ കഴിഞ്ഞു. അതുപോലെ തന്നെ 8, 9 മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക് രാഹുവിന് ദൃഷ്ടി വരുന്നത് ഒട്ടും നല്ലതല്ല. മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ഭയം, ടെൻഷൻസ്, ആശങ്ക, ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഏതെങ്കിലും ലൈഫിൻ്റെ സ്റ്റേജുകളിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത്തരം ആളുകൾക്ക് പൊതുവെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ എന്തെപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം ചിന്തിക്കണമെന്നൊരു കണക്ഷൻ മനസ്സുമായിട്ടുണ്ടാകില്ല. എന്തെങ്കിലുമൊക്കെ പാനിക്കായി ചെയ്തു കൂട്ടും, ഭയത്തിന് അടിമപ്പെട്ട് ചെയ്തു കൂട്ടും. അത് അബദ്ധങ്ങളുമാകും. അതിനുള്ള മുൻകരുതലുകൾ കൃത്യമായിട്ട് എടുക്കുക. അതിന് കൃത്യമായ പരിഹാരങ്ങളുണ്ട്. അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അത് വർക്കായാൽ ഈ പറയുന്ന നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിനെ കൃത്യമായി കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാഹുവിൻ്റെ 12 എന്ന് പറയുമ്പോൾ ഇവിടെ അത് 8. അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം 12ൽ സൂര്യനോടൊപ്പം ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു. അത്ര ബെറ്ററായിട്ടുള്ള അത്ര നല്ല ഒരവസ്ഥയല്ല ഇത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് 5, 7, 9 ഭാവങ്ങളിലേക്കാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും ഏതൊരു ഗ്രഹനിലയിലും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്. അതുപ്രകാരം ഇവിടെ 10ൽ നിൽക്കുന്ന വ്യാഴം 1, 2, 3, 4, 5 ധനസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 4ലേക്ക് ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ 8, 9 6ലേക്കും ദൃഷ്ടിയുണ്ട്. അതോടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ തീരുന്നു. ഇവിടെ ഈ പറയുന്ന ശനിയുടെ ദൃഷ്ടി ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു. ലഗ്നാൽ 7ലേക്കുള്ള കുജൻ നിൽക്കുന്നിടത്തേക്കുള്ള ശനിയുടെ ദൃഷ്ടിയെ വളരെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കോപം അധികമുള്ള ഒരാൾ കല്യാണവുമായി ബന്ധപ്പെട്ട് വരാനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഭരിക്കുക അല്ലെങ്കിൽ ഭരണം, അമിതമായിട്ടുള്ള ഭരണം, ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കാം ഇദ്ദേഹത്തിന് പാർട്ട്ണറായിട്ട് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ചിട്ടവട്ടം നല്ലതാണ്, പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ ആപത്ത് തന്നെയാണ്. കല്യാണം എപ്പോഴും 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. ഒരാൾക്ക് നീല കളറാണ് പ്രിയമെങ്കിൽ മറ്റേയാൾക്ക് ചുവപ്പ് കളറായിരിക്കും പ്രിയം. അത് എന്തുകൊണ്ട് താങ്കൾ ചുവപ്പിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ നീലയെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തർക്കസാധ്യത നിലനിൽക്കും. അവരെ പരസ്പര ബഹുമാനത്തോടു കൂടിയും പരസ്പരം ഐക്യത്തോടു കൂടിയും മുന്നോട്ട് പോകുക എന്ന് പ്രായോഗിക രീതി അവലംബിച്ചാൽ അത്തരം നെഗറ്റീവ്സിനെ സ്വാഭാവികമായിട്ടും ഒഴിച്ചുവിടാൻ സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് സൂര്യദശയിലായിരുന്നു ജനനം. 14/6/97 വരെ സൂര്യദശ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2007 വരെ, അതിനുശേഷം 7 കൊല്ലം ചൊവ്വ കുജദശ 2014 വരെ, അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള 2032 വരെ രാഹുദശ. 9ലെ രാഹു അത്ര ബെറ്ററൊന്നുമല്ല. 9ലെ രാഹുവിനെയൊക്കെ അത്യാവശ്യം കരുതുക തന്നെ വേണം. ഒരുവിധ ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി, വിവാഹം പോലെയുള്ള സൽസന്താനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കാലതാമസവും തടസ്സവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സമയത്തിലൂടെയാണ് 9ലേക്ക് രാഹു നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് വ്യാഴദശ എന്ന് പറയുന്നത്. വ്യാഴം അദ്ദേഹത്തിന് 10ലാണ്, ഗുണം ചെയ്യുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. 2048 വരെയാണ് വ്യാഴത്തിൻ്റെ കാലമെന്ന് പറയുന്നത്. അതിനുശേഷം ശനി, ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ കേതുവാണ്. രാഹുവിൽ കേതു അല്ലെങ്കിൽ കേതുവിൽ രാഹു വളരെയധികം ഒരു മനുഷ്യൻ ഏതൊരു പ്രബല ഗ്രഹനിലയാണെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. രാഹുവിൽ രാഹുവിൻ്റെ സ്വാപഹാരം അല്ലെങ്കിൽ കേതുവിൽ കേതുവിൻ്റെ സ്വാപഹാരം അല്ലെങ്കിൽ രാഹുവിൽ കേതു അല്ലെങ്കിൽ തിരിച്ച് കേതുവിൽ രാഹു എന്നൊക്കെ പറയുന്ന അവസ്ഥകളെ വളരെ ശ്രദ്ധിച്ചു വേണം ഏതൊരു മനുഷ്യനും കൈകാര്യം ചെയ്യാനായിട്ട്. ചിന്താശേഷിക്ക് കുറയുകയും എടുത്തുചാട്ടങ്ങൾക്ക് അവസരം ഒരുക്കുകയും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ അബദ്ധങ്ങളുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇത്തരം സമയങ്ങളിൽ ഉണ്ടാകാം. അതിനെ പ്രത്യേകം കരുതുക തന്നെ വേണം. ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.